ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചില്ല. ചടങ്ങ് നടക്കുക തുലാമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ. അതുവരെ സ്വർണ്ണപ്പാളികൾ സ്റ്റോർ റൂമിലാണ് സൂക്ഷിക്കുക. ശ്രീകോവിലിൽ വാതിലും അടുത്ത മാസം നട തുറക്കുമ്പോൾ അറ്റകുറ്റപ്പണി നടക്കും. 24 ബ്രേക്കിംഗ്. MG പ്രതീഷാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രതീക്ഷ, ഈ സ്വർണ്ണപ്പാളികൾ എപ്പോൾ സ്ഥാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല, അതിലൊരു ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ തുലാമാസത്തിലാകും അത് സ്ഥാപിക്കുക. മറ്റ് പ്രധാനപ്പെട്ട വിവരം എന്താണ് ഇപ്പോൾ പുറത്തുവരുന്നത്? സ്മിത, നേരത്തെ ഈ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയിരുന്ന സ്വർണ്ണപ്പാളികൾ ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അയ്യപ്പ സംഘവും നടന്ന ദിവസമാണ് ശബരിമലയിൽ എത്തിച്ചത്. ശബരിമലയിലെ ഈ സന്നിധാനത്തുള്ള സ്റ്റോർ റൂമിലാണ് നിലവിൽ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കന്നിമാസ പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിൽ അറ്റകുറ്റപ്പണി നടത്തി സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുമെന്നതായിരുന്നു ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ അയ്യപ്പ സംഘവും നടന്ന് പിന്നീട് ഒരു ദിവസം മാത്രമാണ് നട തുറന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തുലാമാസ പൂജകൾ നടക്കുന്ന ഘട്ടത്തിൽ ഈ അറ്റകുറ്റപ്പണി നടത്തിയ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും ദേവസ്വം ബോർഡിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയായിരിക്കും തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് എത്തിച്ച വിവരം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഈ തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിൽ ഈ താന്ത്രിക വിധി പ്രകാരം ഈ പൂജകൾ പ്രകാരമായിരിക്കും ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്ന വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ദേവസ്വം ബോർഡ് തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ ഇനി ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചില സ്വർണ്ണത്തിന്റെ അളവിലടക്കം വലിയ വ്യത്യാസം, കുറവ് വന്നുവെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലടക്കം ദേവസ്വം ബോർഡ് കൂടുതൽ വിശദീകരണങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ നൽകിയിരിക്കും. ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷം ഈ അടുത്ത മാസം നട തുറക്കുമ്പോൾ ഈ തിരികെ സ്ഥാപിക്കുമെന്നുള്ളൊരു വിശദീകരണമാണ് നിലവിൽ ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത്. ശരി സ്മിത, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.